വെൽക്കം ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മളിതാ രണ്ടാമത്തെ ദിവസം അങ്ങനെ നമ്മുടെ എപ്പിക് ഓപ്പൺ ചെയ്യാൻ പോകണം. എന്തായാലും നമ്മുടെ മച്ചാമാർക്ക് ഇന്നലെ ബാസ്ക്കറ്റ്സിനെ കിട്ടിയായിരുന്നു, പിന്നെ കസിലിയാസിനെ കിട്ടി. അപ്പോൾ എനിക്ക് ഗൈസ് കസിലിയാസിനെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഉപകാരമായിരുന്നു. കാരണം നമ്മുടെ ജിക്ക് നമ്മുടെ മാനുനിയർ ആണ്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കളിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് പ്ലെയർ ആണ്. പക്ഷെ നമുക്ക് കസിലിയാസിനെ കിട്ടിയത് നല്ലതായിരുന്നു. അപ്പോൾ മച്ചാമാർ എല്ലാവരും ലൈക്ക് അടിച്ച് പോകാറൊക്കെ നമ്മൾ റോഡ് ടു 7K ആണ്. അപ്പോൾ മാക്സിമം സബ് ചെയ്ത് പോകാറൊക്കെ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് 8 മണിക്കായിരിക്കും ലൈവ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചുമയും പനിക്ക് മാറി വരുന്ന കേട്ടോ ഗൈസ്. പിന്നെ അതുപോലെ മച്ചാമാരെ ഉറപ്പായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു പ്ലെയർ ഏതാ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അപ്ഡേറ്റിന് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം വ്യാഴാഴ്ച ആയിരിക്കും പറയുന്നത്. കാരണം ഓൾറെഡി കുറെ ചാൻസ് തീരും കാര്യങ്ങളും 9-ാം തീയതി തീരും. അപ്പൊ മിക്കവാറും നമുക്ക് നോക്കാം. ഓക്കെ മച്ചാമാരെ, അപ്പം എന്താ പറയാ, ഞാൻ എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ ഒരു 872 കോയിൻ ഉണ്ട്. കുറച്ച് കോയിനേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്താ പറയുക, ഒരു 100 കോയിൻ നമുക്ക് ഇടാന്ന് വെച്ചു. കാരണം ഓൾറെഡി നമ്മുടെ ഇന്നലത്തെ ട്രിക്ക് കൊണ്ട് നമ്മുടെ ചെക്കന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഫസ്റ്റ് തന്നെ ഗെയിം പ്ലാൻ ജസ്റ്റ് ബേസ് ഇട്ടേക്കുന്നത് സ്പെയിൻ ആയതുകൊണ്ട് സ്പെയിൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബാസ്ക്കറ്റ്സിനെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം വീണ്ടും നമ്മുടെ കുറച്ചേരെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഗൈസ്. അതിനുശേഷം നമ്മളെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഗൈസ്, എല്ലാവരും ലൈക്ക് അടിച്ച് പോറാക്കണം വെച്ചാൽ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കണം. കാരണം വേറെ ഒന്നുമല്ല ഗൈസ്, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താലേ നമുക്ക് നൈറ്റത്തെ ലൈവിൻ്റെ ഇത് വരുള്ളൂ. അതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല വെച്ചാൽ. അതുപോലെ തന്നെ ഗൈസ് പിന്നെ പറയാനുള്ള കേസ്, നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണണം. ഉറപ്പായിട്ടും കേസ് നിങ്ങൾ 100-200 ഇട്ടാൽ മതി കേസ്. അതിനുശേഷം ഞാൻ വീണ്ടും ബാസ്ക്കറ്റ്സിന് എടുക്കുന്നു. അതിനുശേഷം വീണ്ടും, അതായത് 3 വട്ടാട്ടോ കേസ് എടുത്തത്. ഇപ്പം മൊത്തത്തിൽ 3 വട്ടം എടുത്തു. ജസ്റ്റ് എടുക്കുന്നു, ബാക്കോട്ട് പോകുന്നു, എടുക്കുന്നു, ബാക്കോട്ട് പോകുന്നു. പിന്നെ അതിനുശേഷം സിഒ എടുക്കുന്നു. നമ്മുടെ ഈ അക്കൗണ്ടിലാട്ടോ ഞാൻ നോക്കുന്നത് കേസ്. ഇതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളിൽ 4 പ്ലേയേഴ്സ് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ ഇതേപോലെ പ്ലേയേഴ്സിന് എടുത്താൽ മതി ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ DMF-ഉം GK LB ആണ്. ആ ഒരു പൊസിഷൻ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിക്കോ വില്യംസിന് എടുക്കുന്നു ഗൈസ്. ഇത് എന്താ വെച്ചാൽ വേറൊന്നല്ല, ഇതുകൊണ്ട് കുറേ പേർക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് കേട്ടോ മച്ചാമാരെ. പിന്നെ എന്തായാലും ഗൈസ് എനിക്ക് തോന്നുന്നു കൂടുതലും എനിക്ക് കസിലിയാസിനാണ് ലൈക്ക് അടിച്ചത്. റോഡ്രിഗോനെ എടുക്കുന്നു. സ്റ്റാറ്റസ് ഒക്കെ വെറുതെ നോക്കുക കേട്ടോ മച്ചാമാരെ. ഗൈസ് ഇന്നലെ പനി ആയതുകൊണ്ടാണ് പെട്ടെന്ന് ലൈവ് നിർത്തിയത് കേട്ടോ. പക്ഷെ ഇന്ന് നമ്മൾ 8 മണിക്ക് വരും. അപ്പം മാക്സിമം എല്ലാം ലൈക്ക് അടിക്കുക. അതിനുശേഷം നമ്മുടെ അൽവാരസിനെ എടുക്കുന്നു. പിന്നെ ഗൈസ് കോയിനാമി ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ഒരു 100 കോയിൻ ഇടുന്നുള്ളൂ കേട്ടോ ഗൈസ്. ഈ ഒരു പാക്കിന് വേണ്ടി നമ്മുടെ ഏകദേശം ഇന്നലെ ലൈവിൽ നമുക്ക് കുറെ പേര് വേറെ പാക്കുകളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു, അല്ല കോയിൻ കുറെ കിട്ടുമെന്ന് പറഞ്ഞേ. പക്ഷേ 100 ഫ്രീ ട്രയൽ നമ്മുടെ കുറെ ചെക്കന്മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നലെ, കസിലിയാസിനെയും ബസ്ക്കറ്റ്സിനെയും ഗൈസ്. അപ്പം അതിനുശേഷം നമ്മുടെ ബസ്ക്കറ്റ്സിന് 100 എടുക്കുന്നു ഗൈസ്. അപ്പൊ എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, ഈ ട്രിക്ക് കൊണ്ടാണ് നമുക്ക് ബെല്ലറ്റീനൊക്കെ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഈ അക്കൗണ്ടിലല്ല കേട്ടോ, വേറെ അക്കൗണ്ടിൽ ഗൈസ്. ഇനിയിപ്പോൾ പ്ലെയർ എക്സ്ചേഞ്ച് വരുമ്പോൾ എനിക്കത് മൊത്തം എടുക്കണം ഇങ്ങോട്ട്. പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. പിന്നെ ഗൈസ് അപ്പം ജസ്റ്റ് അടി വരെ പോയിട്ട് മേളിൽ വരെ എത്തിയിട്ടോ ഗൈസ്. നിങ്ങൾ ഇതേപോലെ സ്ക്രീന് ഡൗൺ ആക്കിയിട്ട് മേളിൽ വരെയൊക്കെ ആൽബേൻ എടുക്കുന്നു. സ്റ്റാറ്റസ് ഒക്കെ ജസ്റ്റ് നോക്കുകയാണ് മച്ചന്മാരെ. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട് ഈ വീഡിയോൻ്റെ, അത് ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. നമ്മുടെ മൊളിനോനെ എടുക്കുന്നു, ജസ്റ്റ് ഇതാക്കുന്നു. RB ആണേ. ഓക്കെ, സെർജിയോ ബുസ്കറ്റ്സിന് 100 എടുക്കുന്നു. സ്റ്റാറ്റസ് എല്ലാം നോക്കുകയാണേ മച്ചന്മാരെ. ഞാനിത് എഴുതുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കണ്ട് ചെയ്യണേ. പിന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ മച്ചന്മാരെ. അതുപോലെ തന്നെ നിങ്ങൾ വരാൻ പോകുന്ന പാക്ക് ഏതാ വരാൻ താല്പര്യമുള്ള പാക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക മച്ചന്മാരെ. അപ്പോൾ ഞാനിത് സെർജിയോ ബുസ്കറ്റ്സിന് 100 എടുക്കുകയാണ്. കാരണം സെർജിയോ ബുസ്കറ്റ്സ് ആണ് എനിക്ക് വേണ്ടത്. കാരണം എനിക്ക് ഓൾറെഡി നമ്മുടെ റോഡ്രിഗറിന്റെ അവിടെ വെക്കാനാണ്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം എന്തായാലും. കുഴപ്പമൊന്നും കേട്ടോ, റോഡ്രിഗറും സീനൊന്നുമില്ല. ഞാൻ എന്നാലും കിട്ടുകയാണെങ്കിൽ 105 റേറ്റോളം ഉണ്ടല്ലോ. പിന്നെ അപ്പോൾ 100 കോയിൻ കൊടുക്കാൻ പോവാണ്. കൊനാമി നമുക്ക് നോക്കാം, റെക്കോർഡിംഗ് ആണ് മച്ചന്മാരെ. അപ്പോൾ 100 അടിക്കാൻ പോവാണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം രാവിലെ തന്നെ. ബേസ് എന്നെ ചതിച്ചു കൊനാമി. പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ഗൈസ്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ അക്കൗണ്ട് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ അക്കൗണ്ട്. കാരണം നമ്മുടെ അതേ ട്രൈ ചെയ്തിട്ട് കുറേ അക്കൗണ്ടുകൾക്ക് കിട്ടിയിരുന്നു. ഇന്നലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറേ പേർക്ക് കിട്ടി. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എനിക്കൊരു GK ഇട കിട്ടിയ റോയ് സിൽവ എന്ന് പറഞ്ഞിട്ട്. അപ്പം മച്ചന്മാരെ ഞാൻ പറയാൻ വന്ന വേറെ ഒന്നുമല്ല ഗൈസ്. നമുക്ക് നൈറ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കോമാച്ചൊക്കെ കളിക്കാം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഗൈസ് ഇന്നലെ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഓൾറെഡി നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ കൊനാമി നമുക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അത് ഈ സൈഡിൽ കാണിക്കാട്ടോ. ഓൾറെഡി കേസ് എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന എന്തോ ബഗ്ഗും പരിപാടിയും കാരണമാണ് അവർ അക്കൗണ്ടുകൾ എടുത്ത് കളയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. കാരണം ഓൾറെഡി നിങ്ങൾ സൈറ്റിൽ നിന്നൊന്നും പോയിട്ട് ഹാക്ക് ചെയ്യേണ്ട. അതുപോലെ തന്നെ ഗൈസ് അപ്പോൾ റിഡീം കോഡ് ചെയ്തിട്ട് ചെയ്യുന്നവരൊന്നും കുഴപ്പമില്ല. പക്ഷേ അൺലിമിറ്റഡ് ആയിട്ടുള്ള കോയിനും കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ
വേണ്ടാത്ത ആക്ടിവിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ അക്കൗണ്ട് ഡിലീറ്റ് ആക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ഗൈസ് നിങ്ങളുടെയൊക്കെ നല്ല അക്കൗണ്ടുകളായിരിക്കും, നല്ല റേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളായിരിക്കും. അപ്പോൾ എന്താ പറയുക, ആർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിന് ഓൾറെഡി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. രാവിലെ തന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്കും വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ആരും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ മച്ചാൻ ഇത്ര വീഡിയോ ഉണ്ട് നമ്മുടെ. അപ്പോൾ അറിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ മച്ചാൻ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു 1K ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.